വീക്കിലി റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക് ചിക്കാഗോയിൽ നിന്ന് സംരക്ഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ടപ്പിൻ്റെ 135ാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മെയ് മാസം 1-ാം തീയതി വെള്ളിയാഴ്ച വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പായി ദയവായി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സെൽഫോണിൽ അല്ലെങ്കിൽ ടാബ്ലറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ഇരിക്കുന്ന ടെലിവിഷനിലൂടെ നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ഈ ശുശ്രൂഷകളിൽ സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. യേശു ക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കുവാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു ഭാഗത്താണ് യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നത്. ഒരു ഉപമയോടുകൂടിയാണ് യേശു ഇത് പറയുന്നത്. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ട് മാത്രമേ അതിന് ഫലം കായ്ക്കുവാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് എന്നിൽ വസിക്കാതെ, യേശു ക്രിസ്തുവിൽ വസിക്കാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. യേശുവിനെ പിരിഞ്ഞ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് യേശു ക്രിസ്തു ഒരിക്കൽ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞു. യേശു ക്രിസ്തു മരിച്ച് സ്വർഗാരോഹണം ചെയ്തതിനു മുമ്പായി തൻ്റെ ശിഷ്യന്മാർ എല്ലാവരും യേശുവിനെ പിരിഞ്ഞ് തങ്ങളുടെ തായിരിക്കുന്ന ജോലികളിലേക്ക് മടങ്ങിപ്പോയ ഒരു എപ്പിസോഡ് നമ്മൾ കാണുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പത്രോസിൻ്റെ നേതൃത്വത്തിൽ ഇനി ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ യേശുവില്ലാതെ അവർ മീൻ പിടിക്കാനായിട്ട് പോയി. യേശുവിനെ പിരിഞ്ഞ് അവർ മീൻ പിടിക്കാൻ പോയി. ആ സമയത്ത് യേശു ക്രിസ്തു അവരുടെ അടുക്കൽ വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ ശൂന്യമായ പടകിലേക്ക് നോക്കി അവർ നിരാശരായിട്ട് പറഞ്ഞു, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. യേശു ക്രിസ്തു അതിന് ചില നാളുകൾക്ക് മുമ്പാണ് പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ആ നിരാശരായിരുന്ന ആ ശിഷ്യന്മാരോട് യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പടകിൻ്റെ വലത്തു ഭാഗത്ത് നിങ്ങൾ വല വീശുവിനെന്ന് പറഞ്ഞപ്പോൾ അവിടെ വല വീശി. പടകിൻ്റെ വലത്തു ഭാഗത്ത് വല വീശുവാൻ പറഞ്ഞപ്പോൾ ധാരാളം മീൻകൂട്ടത്തെ ലഭിച്ചതായി നമ്മളവിടെ വായിക്കുന്നു. പ്രിയ ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷകരെ ആമുഖമായിട്ട് തന്നെ ഞങ്ങളൊരു കാര്യം വളരെ സ്പഷ്ടമായിട്ട് പറയട്ടെ. യേശു ക്രിസ്തു പറഞ്ഞതുപോലെ യേശുവിനെ പിരിഞ്ഞ്, ദൈവത്തെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും വൃഥാവായിത്തീരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾ നിരാശരാണെങ്കിൽ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ, പകൽ മുഴുവൻ അധ്വാനിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. ഞാൻ നിങ്ങളെ സഹായിക്കാം, ഞാൻ നിങ്ങൾക്ക് ശക്തി തരാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ യേശുവിൻ്റെ ശബ്ദത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരെയും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നു. ഒത്തുതീർപ്പിലാകാതെ തുടരുന്ന അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് അനിശ്ചിതമായി അടഞ്ഞുകിടക്കുന്ന ഹോർമിസ് കടലിടുക്കിൽ 2000-ലധികം വാണിജ്യ കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നതായി കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകൾ കാണുന്നു. ഫെബ്രുവരി അവസാന വാരം ആരംഭിച്ച യുദ്ധം ഇപ്പോൾ അനിശ്ചിതകാല വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ജനജീവിതം സാധാരണ നിലയിലായിട്ടുണ്ടെങ്കിലും പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് വില വർധനവ് തുടരുകയാണ്. അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം ആവറേജ് ഗ്യാസിൻ്റെ വില $4.50 ഒരു ഗ്യാലന് വിലയുള്ളതായി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. സാധാരണ നിലയിലേക്ക് ഇതിൻ്റെ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില വരണമെങ്കിൽ യുദ്ധം അവസാനിക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലുള്ള വില വർധനവുകൾ മൂലം ജനജീവിതം പല സ്ഥലങ്ങളിലും ദുസ്സഹമായി തീരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച വൈറ്റ് ഹൗസിൽ നടന്ന മാധ്യമ അസോസിയേഷൻ്റെ അത്താഴ വിരുന്നിലുണ്ടായ വെടിവെപ്പിൽ ക്രിസ്ത്യൻ വിദ്വേഷത്തിൽ നിന്നുണ്ടായതാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു. വാഷിങ്ടണിൽ ഹിൽട്ടൺ ഹാളിൽ ശനിയാഴ്ച രാത്രി നടന്ന അത്താഴ വിരുന്നിനിടെയാണ് വെടിവെപ്പ് ഉണ്ടായത്. അക്രമിയെ ഉടൻ കസ്റ്റഡിയിലെടുത്തു. വധശ്രമം ഉൾപ്പെടെയുള്ള നിരവധി കേസുകളാണ് കാലിഫോർണിയയിൽ നിന്നുള്ള പ്രതിയുടെ മേൽ ചുമത്തിയിരിക്കുന്നത്. പ്രസിഡന്റ് ട്രംപ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി VIP പങ്കെടുത്ത അത്താഴ വിരുന്നിലാണ് വധശ്രമം ഉണ്ടായതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജൂലൈ മാസം ചിക്കാഗോയിൽ വെച്ച് നടക്കുന്ന 40ാമത് PCNA കോൺഫറൻസിൻ്റെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ലോക്കൽ പ്രവർത്തക സമിതിയും നാളെ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക്
സെലിബ്രേഷൻ ചർച്ചിൽ വെച്ച് നടക്കുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. ഈ സമ്മേളനം നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ ഉദ്ഘാടനം ചെയ്യും. നാഷണൽ സെക്രട്ടറി സാം മാത്യു, നാഷണൽ ട്രഷറർ പ്രസാദ് ജോർജ്, നാഷണൽ ഇംഗ്ലീഷ് സെഷൻ കോർഡിനേറ്റർ ഡോക്ടർ ജോനാഥൻ ജോർജ്, നാഷണൽ ലേഡീസ് സെഷൻ കോർഡിനേറ്റർ സിസ്റ്റർ ജീന വിൽസൺ എന്നിവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കും. ലോക്കൽ കമ്മിറ്റിയുടെ ഭാരവാഹികളായിരിക്കുന്ന ഡോക്ടർ ടൈറ്റസ് സീപ്പൻ, പാസ്റ്റർ ജിജു ഉമ്മൻ, ഡോക്ടർ ബിജു ചെറിയാൻ, ജോൺ മത്തായി, വർഗീസ് സാമുവൽ, കെഒ ജോ CPA എന്നിവരും വിവിധ റിപ്പോർട്ടുകൾ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതാണ്. വൈകിട്ട് 5 മണിക്ക് ഭാരവാഹികൾ മാധ്യമങ്ങളെ കണ്ട് പീസിന കോൺഫറൻസിൻ്റെ സമ്മേളന വിവരങ്ങൾ മാധ്യമങ്ങളെ ധരിപ്പിക്കും. പാസ്റ്റർ VT ഏബ്രഹാം മലബാർ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സൂപ്രണ്ടായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. പാസ്റ്റർ CV വിൽസൺ സെക്രട്ടറി, പാസ്റ്റർ അനീഷ് ഐപ്പ് ട്രഷറർ എന്നിവരെയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പാസ്റ്റർ KU പീറ്ററാണ് അസിസ്റ്റൻ്റ് സൂപ്രണ്ട്. മലബാർ അസംബ്ലീസ് ഓഫ് ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ ഭാരവാഹികളെയാണ് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുത്തത്. ടൂറിസ്റ്റ് വിസയിൽ ഇന്ത്യയിൽ വന്ന് മതപ്രസംഗം നടത്തിയ 3 അമേരിക്കൻ പൗരന്മാരോട് ഉടൻ ഇന്ത്യ വിടണമെന്ന് പൂന പോലീസ് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ. മെയ് 10 ഇന്ത്യയിൽ നിന്ന് പുറത്താകണമെന്നാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന എക്സിറ്റ് റിപ്പോർട്ടിൽ കാണിക്കുന്നത്. ടൂറിസ്റ്റ് വിസയിലാണ് കഴിഞ്ഞ മാസം അവർ ഇന്ത്യയിലെത്തിയത്. പൂനെയിൽ അവർ ഹിന്ദി, ഇംഗ്ലീഷ്, മറാഠിയിലുള്ള ലഘുലേഖകൾ സ്ട്രീറ്റിൽ വിതരണം ചെയ്യുകയാണ്. ചിലരുടെ ആരോപണത്തെ തുടർന്ന് പോലീസ് അവരെ കസ്റ്റഡിയിലെടുക്കുകയും ഇന്ത്യ വിടുവാനായിട്ടുള്ള കത്തുകൾ അവർക്ക് കൈമാറുകയും ചെയ്തത്. FRO നിയമം ലംഘിച്ചതിനാണ് അവർക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ന്യൂയോർക്ക് സയോൺ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭാംഗമായ ശ്രീ സൈലസ് സാമുവൽ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാപ്റ്റൻ പദവിയിലേക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഉയർത്തപ്പെട്ടു. മല്ലപ്പള്ളി പുറമറ്റം കൊന്നമൂട്ടിൽ കുടുംബാംഗമാണ് പുതിയതായി ക്യാപ്റ്റൻ പദവിയിലേക്ക് കയറിയ സൈലസ് സാമുവൽ. അദ്ദേഹത്തിൻ്റെ പിതാവ് അസംബ്ലീസ് ഓഫ് സഭയുടെ സീനിയർ പാസ്റ്റർ KK സാമുവലാണ്. പുതിയതായി ക്യാപ്റ്റൻ പദവിയിലേക്ക് പ്രമോഷൻ ലഭിച്ച അദ്ദേഹത്തിന് ഞങ്ങളുടെ എല്ലാവിധമായിരിക്കുന്ന അഭിനന്ദനങ്ങളും ഈ സമയത്ത് അറിയിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ന്യൂയോർക്ക് സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ചുമതല സൈലസ് സാമുവലിനായിരുന്നു ഉണ്ടായിരുന്നത്. ഡാളസ് ഫിലദൽഫിയ സഭ ഡാളസ് റോളറ്റിൽ പുതുതായി വാങ്ങിയ ആരാധനാലയത്തിൻ്റെ സമർപ്പണ ശുശ്രൂഷ ഏപ്രിൽ 25 ശനിയാഴ്ച സഭയുടെ സീനിയർ പാസ്റ്റർ PC ജേക്കബ് നിർവഹിച്ചു. സിറ്റിയിലെ വിവിധ ദൈവദാസന്മാരും സിറ്റി മേയറും ഉൾപ്പെടെ നിരവധി പേർ സമ്മേളനത്തിൽ പങ്കെടുത്ത് ആശംസകൾ അർപ്പിച്ചു. 40ാമത് PC നാക്കിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന സുവനീറിലേക്കുള്ള രചനകൾ ക്ഷണിക്കുന്നതായി സുവനീർ ചീഫ് എഡിറ്റർ പാസ്റ്റർ തോമസ് മുല്ലക്കൽ അറിയിച്ചു. മെയ് 20 വരെ രചനകൾ സമർപ്പിക്കാം. pcnac@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലാണ് രചനകൾ അയക്കേണ്ടത്. ഗുഡ് ന്യൂസ് ചീഫ് എഡിറ്റർ ബ്രദർ CV മാത്യുവിൻ്റെ ജീവചരിത്രം അടുത്ത ദിവസം പ്രസിദ്ധീകരിക്കുന്നു. CV ജീവിതവും എഴുത്തും എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം മെയ് മാസം 3-ാം തീയതിയാണ് പ്രകാശനം ചെയ്യുന്നത്. തൃശ്ശൂർ ആൽപ്പാറയിൽ വെച്ച് പ്രകാശന കർമ്മം നടക്കും. ഗുഡ് ന്യൂസിൻ്റെ സ്ഥാപക ചീഫ് എഡിറ്ററാണ് ബ്രദർ CV മാത്യു. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഗുഡ് ന്യൂസ് ഉൾപ്പെടെ വിവിധ മേഖലകളിൽ പ്രസിദ്ധീകരണ രംഗത്ത്, പ്രസാധക രംഗത്ത് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന മുതിർന്ന പത്രപ്രവർത്തകനായ CV മാത്യു സാറിൻ്റെ ജീവചരിത്ര പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എല്ലാവിധമായിരിക്കുന്ന ആശംസകളും ഞങ്ങളും അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഡാളസിൽ നിര്യാതയായ ഏലിയാമ എബ്രഹാമിൻ്റെ ശവസംസ്കാര ശുശ്രൂഷകൾ കഴിഞ്ഞ ശനിയാഴ്ച ചിക്കാഗോയിൽ വെച്ച് നടന്നു. ഇൻ്റർനാഷണൽ പെൻഡക്കോസ്റ്റൽ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ശവസംസ്കാര ശുശ്രൂഷകൾക്ക് പാസ്റ്റർ ജോഷുവ ജോസഫ്, പാസ്റ്റർ ജോസഫ് K ജോസഫ്, പാസ്റ്റർ സണ്ണി ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകി. നിരവധി പേർ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത് അനുശോചന സന്ദേശങ്ങൾ അറിയിച്ചു. പെൻഡക്കോസ്റ്റൽ മാധ്യമങ്ങൾക്ക് വേണ്ടി കുര്യൻ ഫിലിപ്പ് അനുശോചനം അറിയിച്ചു. ടെക്സസിലെ ഓസ്റ്റിനിൽ സ്ഥിരതാമസമാക്കിയിരുന്ന കോട്ടയം കിടങ്ങൂർ സ്വദേശികളായ 2 സഹോദരിമാർ കന്യാകുമാരിക്കടുത്ത് കടലിൽ മരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തി. ആൻ ഫിലിപ്പ് 35 വയസ്സ്, സഹോദരി മീര ഫിലിപ്പ് 32 വയസ്സ് എന്നിവരെയാണ് കന്യാകുമാരിക്കടുത്ത കടലിൽ
മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് കന്യാകുമാരിയിൽ ഉള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം അവിടെ ഹോട്ടലിൽ മുറിയെടുത്ത് വെളിയിലേക്ക് പോയിരുന്ന അവർ 2 ദിവസമായിട്ട് മടങ്ങി വരാത്തതിനെ തുടർന്ന് ഹോട്ടൽ അധികൃതരുടെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണത്തിലാണ് അവരുടെ മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക സൂചന. 18ാമത് കേരള നിയമസഭയുടെ വേണ്ടി നടന്ന വോട്ടെടുപ്പിൻ്റെ വോട്ട് എണ്ണൽ ഈ ഞായറാഴ്ച വൈകിട്ട്, അമേരിക്കൻ സമയം ഞായറാഴ്ച വൈകിട്ട്, ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ 10 എക്സിറ്റ് പോളുകളിൽ 10 എണ്ണത്തിലും UDF മുൻതൂക്കം നൽകി ഭരണം പിടിച്ചെടുക്കുമെന്നാണ് പ്രീ സർവേകൾ, എക്സിറ്റ് പോളുകൾ അറിയിക്കുന്നത്. UDF-നും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ഉം മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന LDF-ഉം BJP നേതൃത്വം നൽകുന്ന NDA തമ്മിലുള്ള ത്രികോണ മത്സരങ്ങളാണ് ചില സ്ഥലങ്ങളിൽ നടക്കുന്നതെങ്കിലും പ്രധാനമായും UDF-ഉം LDF-ഉം തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. 2 മുഖ്യധാര രാഷ്ട്രീയ സംഘടനകളും കേരളത്തിൽ ജനങ്ങളുമായിട്ട് ഉള്ള ജനങ്ങളുടെ ജനവിധി നേടുമ്പോൾ ചില സ്ഥലങ്ങളിൽ UDF-ന് മുൻതൂക്കമുള്ളപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ LDF-നാണ് മുൻകൂട്ടമെന്നും എക്സിറ്റ് പോളുകൾ പറയുന്നു. എന്നാൽ ഭരണം UDF-നായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വോട്ടെണ്ണൽ അമേരിക്കൻ സമയം ഞായറാഴ്ച വൈകിട്ടോടുകൂടെ ആരംഭിക്കും. OCI കാർഡിന് സമഗ്രമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഉത്തരവിറക്കി. ഏപ്രിൽ 1 മുതലാണ് ഈ പുതിയ മാറ്റങ്ങൾ രംഗത്ത് വരുന്നത്. അതനുസരിച്ച് ഇന്ത്യക്ക് വെളിയിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഏകീകൃതമായിരിക്കുന്ന ഫീസുകളായിരിക്കും ഇനി മുതൽ ഏർപ്പെടുത്തുന്നത്. $275 അമേരിക്കൻ ഫീസ് നിജപ്പെടുത്തിയിട്ടുണ്ട്. പുതുക്കിയ നിരക്കുകൾ ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വന്നു. പുതിയ പാസ്പോർട്ട് ലഭിക്കുമ്പോൾ ഈ OCI കാർഡ് പുതിയ പാസ്പോർട്ടുമായിട്ട് ലിങ്ക് ചെയ്യുകയും അത് പുതിയ പാസ്പോർട്ട് നമ്പർ കൊടുത്ത് അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് പുതിയ നിയമത്തിൽ പറയുന്നു. 90 ദിവസത്തിനകമാണ് ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. 90 ദിവസം കഴിഞ്ഞാൽ $25 അതിന് പിഴ ഈടാക്കുന്നതാണെന്നും അറിയിപ്പിൽ പറയുന്നു. 40ാമത് പിസിനാക്കിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഞായറാഴ്ച വൈകിട്ട് 8 മണി മുതൽ 9 മണി വരെയും എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ട് 7 മണി മുതൽ 7:30 മണി വരെയും ഉണ്ടായിരിക്കുമെന്ന് പ്രയർ കോർഡിനേറ്റേഴ്സ് പ്രത്യേകം അറിയിക്കുന്നു. ഷേർലി ഷിക്കാഗോ രചിച്ച ആങ്കർ ഓഫ് ഹോപ്പ് എന്ന പേരിലുള്ള സംഗീതം ആൽബം ഉടൻ തന്നെ പുറത്തിറങ്ങും. ലാലു പാമ്പാടിയാണ് ഗാനങ്ങൾ ആലപിക്കുന്നത്. ഷേർലി ഷിക്കാഗോയുടെ രചനയിൽ നിരവധി ഗാനങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ ഗാനം ആങ്കർ ഓഫ് ഹോപ്പ് ഉടൻ പുറത്തിറങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ പുതിയ ബിഷപ്പായി റവറൻ ഡോക്ടർ ഏബ്രഹാം ചാക്കോ മെയ് 1 സ്ഥാനാരോഹണം ചെയ്യും. നിലവിലുള്ള ബിഷപ്പ് ഡോക്ടർ തോമസ് ഏബ്രഹാം വിരമിക്കുന്ന ഒഴിവിലാണ് സഭയുടെ പുതിയ പ്രിസൈഡിംഗ് ബിഷപ്പായിട്ട് റവറൻ ഡോക്ടർ ഏബ്രഹാം ചാക്കോ ചാർജ് എടുക്കുന്നത്. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സമയത്ത് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.